വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തായിട്ടാ വാവിച്ചി? ഇന്ന് കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്താണ് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മള് റൈസ്. അതായത് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കാം എന്നാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ചില സമയത്ത് നമുക്ക് മടി കാണും, കറി വെക്കാൻ മടിയായിരിക്കും. ഇപ്പൊ കറികൾ വെക്കാനായിട്ട് സാധനങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ബീട്രൂട്ട് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ട് റൈസ് എങ്ങനെ എളുപ്പത്തിൽ വയ്ക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് സ്വാഗതം. നമുക്ക് ബീട്രൂട്ട് റൈസ് വയ്ക്കണമെങ്കിൽ ബീട്രൂട്ട് എന്തായാലും ആവശ്യമുണ്ടല്ലോ. ഇത് 1.5 ബീട്രൂട്ട് ആണ്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് സ്പൈസസ്, പിന്നെ സവാള. കുറച്ച് സവാള ഇട്ട് എടുത്തിട്ടുള്ളൂ. കാരണം ബീട്രൂട്ട് റൈസിൽ സവാള അധികം ഇടുന്നത് വാവച്ചയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സവാള വെച്ചിട്ടുള്ളൂ. പിന്നെ കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനം ആവശ്യമുള്ളൂ. പിന്നെ എണ്ണ, പിന്നെ ഉപ്പ്. അല്ല വാവച്ചി? സോ നമ്മളിതാ ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആഡ് ചെയ്യുമ്പം കാണിക്കാം. ബീട്രൂട്ട് റൈസില് മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? മട്ടൻ ഉണ്ടാക്കാൻ പോണോ? ഭാവിച്ച് ബീട്രൂട്ട് വെച്ചിട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണോ? ഓക്കെ ഓക്കെ. കറി ലീഫ്, ഗാർലിക് അല്ല, ഓണിയൻ, സവാള, സ്പൈസസ്, ഗരം മസാല, ടർമറിക് പൗഡർ, ചില്ലി, മസ്റ്റാർഡ്, കടുക്. ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണേ? സോ എന്താ ഉണ്ടാക്കാൻ പോണേ? ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒഴിക്കുക നോക്കട്ടെ. ചൂടുണ്ടോ? ഞാൻ ഒഴിക്കാതാ. അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചിട്ടോ കുറച്ച്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുക് ഇടുവാണ്. അപ്പൊ കടുക് നന്നായി പൊട്ടിയിട്ട് വേണം നമുക്ക് ജീരകം ഇടണം. പിന്നെ കുറച്ച് സ്പൈസസും ആഡ് ചെയ്യാം. കുറച്ച് ജീരകം ആട്ടം ഇടുന്നുള്ളൂ. അതിന്റെ ഞാൻ ഓൾറെഡി ഇട്ടു. ഭയങ്കര ചൂടാണ്, മേത്ത് വരയ്ക്കും. ഓ അപ്പൊ ഞാൻ കുറച്ച് ജീരകം പിന്നെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തു. പിന്നെ നമ്മള് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സവാള ആഡ് ചെയ്യാണ്. കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ സവാള ഇടാട്ടോ. ഇത് വാവച്ചിക്ക് ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല ഈ സവാള ഇട്ട് ബീട്രൂട്ട് റൈസ് വയ്ക്കുന്നതുകൊണ്ട്. സവാള ഇഷ്ടമല്ല അല്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ച് സവാള അടച്ചിട്ടുള്ളൂ ഇതിനകത്ത്. കുറച്ചിടുമ്പോൾ ടേസ്റ്റ് ആകുമോ? ഓക്കെ. വാവച്ചിയാണ് എനിക്ക് ബീട്രൂട്ട് റൈസ് വയ്ക്കാൻ പഠിപ്പിച്ചല്ലേ? സവാള ഒരുവിധം ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഫസ്റ്റ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യട്ടെ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പക്ഷെ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ വാവച്ചിക്ക് വേണ്ടിയിട്ട് മാത്രം. പിന്നെ കുറച്ച് ഗരം മസാല. ഗരം മസാല ഗരം മസാല ഇട്ടില്ലെങ്കിലും അതവർക്കറിയാടോ. ഗരം മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആവശ്യം വരും കേട്ടോ. അതിന് ടേസ്റ്റ് നല്ല ഫ്ലേവർ ആയിരിക്കും. സോ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പാവച്ചിനിടയ്ക്ക് എന്താ പറഞ്ഞ? മുട്ട കാണിച്ചു കൊടുത്താണോ? പൊട്ടിച്ചാക്കല്ലേ? ഇനി നമ്മളിനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാ പൗഡേഴ്സ് ഇട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ആഡ് ചെയ്യാം. ഞാൻ ബീട്രൂട്ട് ആഡ് ചെയ്തിട്ടോ. അപ്പം ജസ്റ്റ് 1.5 ബീട്രൂട്ടാണ് ഞാൻ എടുത്താക്കണേ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ് ആ എല്ലാ പൊടികളും ഒന്നിലോട്ട് ആകാനായിട്ട്. ഇനി ഇതിനകത്ത് ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണേ.
എന്താ ഒരു ചുമയൊക്കെ? അതെ, ഇത് ഓണാക്കാഞ്ഞിട്ടാ. ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് ഞാൻ ഓണാക്കിയിട്ടില്ല. അതാണ് വാവച്ചി ചുമച്ചത് അല്ലേ വാവച്ചി? ഉപ്പിടുവാണേ. ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട്. അപ്പോഴേ ഉപ്പ് നന്നായിട്ട് പിടിക്കുള്ളൂ. കാരണം ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ഇടുന്നത്. അതിന് മുന്നേ ഉപ്പിട്ടിട്ടില്ല. സോ ഉപ്പൊന്ന് ആഡ് ചെയ്തു. അത് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാം, എല്ലാവരുടെയും രുചി അനുസരിച്ച്. എഗ്ഗ് ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ്ഗ് പൊട്ടിച്ചിട്ട് ഇടാം. ആരാ പൊട്ടിക്കാൻ പോകുന്നേ? ഉറപ്പാണോ? അറിയോ? ദൈവമേ, നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് ഏകദേശം ആയിട്ടുണ്ട്. സോ നമ്മളിനി മുട്ട പൊട്ടിക്കാൻ പോവാണ്. അവച്ചി എഗ്ഗ് പൊട്ടിച്ച നോക്കട്ടെ. പൊട്ടിക്കാൻ ഞാനൊരു സ്പൂൺ തരാം. നിനക്ക് പൊട്ടിക്കാൻ അറിയാം മോനെ? പൊട്ടിക്ക്. തുറക്കത് ഓപ്പൺ ചെയ്യൂ രണ്ടായിട്ട്. നീ ഇതിലൊഴിക്ക്. വാ, മുട്ട പൊട്ടിച്ചാ? താ അത് ഇളക്കിനി നോക്കട്ടെ. മമ്മ ഇളക്കണ്ട. ഗുഡ് ഗേൾ. എങ്ങനെയുണ്ട്? എഗ്ഗ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചില്ലേ വാവച്ചി? എഗ്ഗ് പൊട്ടിക്കാനൊക്കെ പഠിച്ചാ? അങ്ങ് താ, മമ്മ ഇടട്ടെ. ബീട്രൂട്ട് ഇടട്ടെ. സമയമായി. അതിപ്പോ കഴിഞ്ഞു പോയില്ലേ? ഇനി തായോ. മതി. ഇതിൽ ആഡ് ചെയ്തു കേട്ടോ. വാവച്ചി പൊട്ടിച്ച എഗ്ഗ് നമ്മളിതിൽ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമുക്കിതിൻ്റെ അകത്ത് റൈസ് ആഡ് ചെയ്യണം. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റൈസ് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ അതേ ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഞാൻ വേവിച്ച് വച്ചിട്ടോ റൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണേ. ഇതിൽ നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ മോസ്റ്റ്ലി ഇതിൽ ആഡ് ചെയ്യുന്നത് ബസ്മതി റൈസ് ആയിരിക്കും ആഡ് ചെയ്യാം. സോ ദേ നമ്മുടെ ബീട്രൂട്ടിനകത്ത് ഞാൻ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ. ബീട്രൂട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. വാവച്ചിയാണ് ഇപ്പം ഇവിടെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് റൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. വാവച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കാവോ? ഞാൻ എടുത്തരാം. നിൽക്ക്. എന്നാ ചൂടായിട്ടുണ്ടോ വാവച്ചി? എങ്ങനെയുണ്ട് ബീട്രൂട്ട് റൈസ്? റിയലി ടേസ്റ്റി? അപ്പോൾ ഇന്ന് ഡിന്നർ വാവച്ചിയുടെ എന്താണെന്ന്? ബീട്രൂട്ട് റൈസ്. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. റാബിറ്റ് ക്യാരറ്റ് കഴിക്കും, വാവച്ചി ബീട്രൂട്ട് കഴിക്കുന്നു അല്ലേ? ഓക്കെ, ഓടിപ്പോവും അല്ലേ? അപ്പൊ ഓടിപ്പോയല്ലേ റാബിറ്റ്? ഓക്കെ, അപ്പൊ നമ്മളിന്ന് ബീട്രൂട്ട് റൈസിന്റെ കൂടെ എന്തൊക്കെ കഴിക്കാൻ പോകണം അതും കൂടെ പറഞ്ഞോ. ചിക്കൻ നഗറ്റ്സ്, പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പൊ നമുക്ക് ബീട്രൂട്ട് റൈസിന്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് എന്തൊക്കെയാ വെച്ചി? ചിക്കൻ നഗറ്റ്സ്, പപ്പടം, തൈര് അല്ലേ? അപ്പൊ നമ്മള് അതൊക്കെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ചിക്കൻ നഗറ്റ്സ്, തൈര്, പപ്പടം, അങ്ങനെ കുറെ എന്തൊക്കെയോ നമ്മൾ സൈഡ് ഡിഷ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും സൈഡ് ഡിഷ് കഴിച്ചോളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞങ്ങൾ ഇനി അടുത്ത എന്തെങ്കിലും ഒരു കുക്കിംഗ് വ്ലോഗായിട്ട് വരാം. അതിനു മുമ്പ് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇവിടെ ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.